കൾച്ചർ മെത്തേഡ്സ് നോക്കാം. കൾച്ചറിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളിപ്പോൾ മൈക്രോ ഓർഗാനിസംസിനെ വളർത്തിയെടുക്കുന്നത്, ഒരു മീഡിയത്തിൽ വളർത്തിയെടുക്കുന്നതിനെയാണ് കൾച്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എങ്ങനെയാണ് വളർത്തുന്നത്, അത് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പ്യുവർ കൾച്ചർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നോക്കേണ്ടത്, ഇപ്പോൾ നമ്മളൊരു സാമ്പിളിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ടർ സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ വാട്ടർ സാമ്പിളിന് നമ്മൾ ഒരു പെട്രി പ്ലേറ്റിൽ ആവശ്യത്തിനുള്ള ന്യൂട്രിയൻ മീഡിയ ഒക്കെ ഇട്ടിട്ട് നമ്മൾ അതിനകത്തോട്ട് എന്താണ് കൾച്ചർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ വാട്ടറിൻ്റെ സാമ്പിൾ ഒഴിക്കുമ്പോൾ അവിടെ നിന്ന് അടുത്ത ദിവസം ഇൻക്യുബേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത് പല തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. അതായത് അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവും, ഫംഗസ് ഉണ്ടാവും, പിന്നെ ബാക്ടീരിയയിൽ തന്നെ പല തരത്തിലുള്ള ബാക്ടീരിയകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ ഈക്കോളൈ മാത്രമാണ് നമുക്ക് അതിനകത്ത് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കോളിഫോമിനെയാണ് നമുക്ക് അതിൽ നിന്ന് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു കോളിഫോം ബാക്ടീരിയനെ മാത്രം നമ്മൾ ചില മെത്തേഡ്സിലൂടെ അതിനെ മാത്രം നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റും. ഓക്കെ, അവരുടെ മാത്രം കൾച്ചറാക്കി മാറ്റും. സോ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളതിനെ പ്യുവർ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്യുവർ കൾച്ചർ ടെക്നിക്സ് എന്ന് തന്നെ നമുക്ക് മൈക്രോബയോളജിക്കകത്ത് കുറച്ച് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ടേംസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കാം. അപ്പോൾ കൾച്ചർ മെത്തേഡ്സിൽ ആദ്യം പറയുന്നത് എന്താണ്, ഇൻ ദി ക്ലിനിക്കൽ ലബോറട്ടറി ദ ഇൻഡിക്കേഷൻസ് ഫോർ കൾച്ചർ ആർ മെയിൻലി ടു, എന്തിനൊക്കെയാണ് കൾച്ചർ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫോർ ദി ഐസൊലേഷൻ ഓഫ് ബാക്ടീരിയ ഇൻ പ്യുവർ കൾച്ചറിൽ ബാക്ടീരിയനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഡെമോൺസ്ട്രേറ്റ് ദെയർ പ്രോപ്പർട്ടീസ്, അവരുടെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കാൻ, അതിനെപ്പറ്റി പഠിക്കാനൊക്കെ, പിന്നെ എന്താണ് ഒബ്റ്റെയിൻ സഫിഷ്യൻറ്റ് ഗ്രോത്ത് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ആൻറ്റിജൻസ് ആൻഡ് ഫോർ അതർ ടെസ്റ്റ്. നമ്മൾ പല ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ചില സാമ്പിളൊക്കെ എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് അതിനെ എന്താ പറയുക, മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ആ ഒരു പാത്തജൻ്റെ നമ്പർ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ കിട്ടത്തുകൂടി കാണില്ല. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും, കൾച്ചർ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കതിൽ എത്ര നമ്പർ ഓഫ് ബാക്ടീരിയ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാക്ടീരിയ വരാൻ പാടില്ലാത്തൊരു ബാക്ടീരിയ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ എന്താണ് നാലാമത്തത്, ടൈപ്പ് ഐസൊലേറ്റ്സ് ബൈ മെത്തേഡ്സ് സച്ചസ് ബാക്ടീരിയോഫേജ് ആൻഡ് ബാക്ടീരിയോസിൻ സസെപ്റ്റബിലിറ്റി. ഈ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് ബാക്ടീരിയനെ കില്ല് ചെയ്യുന്ന വൈറസുകളെയാണ് നമ്മൾ മെയിനായിട്ട് ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ബാക്ടീരിയോസിൻ എന്ന് പറയുമ്പോൾ ബാക്ടീരിയൻ്റെ ഗ്രോത്തിനെ നശിപ്പിക്കുന്നവർ, അതാണ് ബാക്ടീരിയോസിൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള, അതായത് മൊത്തത്തിൽ ബാക്ടീരിയന് എഗൻസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നവരെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ടൈപ്പ് ഐസൊലേഷൻ, അതായത് നമ്മൾ ഫേജ് ടൈപ്പിംഗ് എന്നൊരു മെത്തേഡുണ്ട് കേട്ടോ. ഫേജ് ടൈപ്പിംഗ് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഇപ്പം ഒരു ബാക്ടീരിയയുടെ കൾച്ചർ എടുക്കും, അതിലോട്ട് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ബാക്ടീരിയോഫേജസിന്, അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന വൈറസിനെ അതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ആ വൈറസ് എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യുന്ന ബാക്ടീരിയൻ്റെ ആ ഒരു ലൈസിസ്, ആ ബ്രേക്കിംഗ് പ്രോപ്പർട്ടി നോക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് ബാക്ടീരിയനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ടൈപ്പിംഗ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കൾച്ചറിനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, എസ്റ്റിമേറ്റ് വയബിൾ കൗണ്ട്സ്, എത്രയാണ് ഇതിൽ ലൈവായിട്ടുള്ള സെല്ലുകൾ, ലൈവായിട്ടുള്ള ബാക്ടീരിയ എത്രയുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. മെയിൻറ്റെയിൻ സ്റ്റോക്ക് കൾച്ചേഴ്സ്, നമുക്കിപ്പോൾ ചില ഓർഗാനിസംസൊക്കെ നമ്മളെപ്പോഴും അതിൻ്റെ കൺട്രോൾ കീപ്പ് ചെയ്യും. അതായത് നമുക്കിപ്പോൾ അതിനെപ്പറ്റി പഠിക്കാനൊക്കെ ചിലപ്പോൾ ചില കൾച്ചേഴ്സിനെ നമ്മൾ മാറ്റിവെക്കും, കുറേ ദീർഘകാലത്തേക്ക് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സ്റ്റോക്ക് കൾച്ചറായിട്ടാണ്, അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കൾച്ചറായിട്ട് നമ്മൾ മാറ്റിവെക്കും. ഓക്കെ, പിന്നെ അതിൽ നിന്നാണ് നമ്മൾ ഫർദർ സബ് കൾച്ചർ ചെയ്തിട്ട് ആവശ്യത്തിന് നമ്മൾ നമുക്ക് പഠിക്കാനൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ യൂസ് എപ്പോഴാണോ വരുന്നത് അപ്പോൾ നമ്മൾ ആ സ്റ്റോക്ക് കൾച്ചറിൽ നിന്നായിരിക്കും കുറച്ച് കൾച്ചറിനെ എടുത്തിട്ട് സബ് കൾച്ചർ ചെയ്ത് അതിലായിരിക്കും പിന്നെ ബാക്കി എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ആ ഒരു അതിൻ്റെ യൂസസ് ആണ് പറയുന്നത്. ഇനി മെത്തേഡ്സ് ഓഫ് ബാക്ടീരിയൽ കൾച്ചർ, ബാക്ടീരിയനെ നമുക്ക് എങ്ങനെയൊക്കെ കൾച്ചർ ചെയ്യാമെന്നുള്ളത്. അതായത് നമ്മളെ കയ്യിലൊരു പെട്രി പ്ലേറ്റ് ഉണ്ട്, അതിൽ മീഡിയ എല്ലാം നിറയ്ക്കാനുള്ളതെല്ലാം ഉണ്ട്, പിന്നെ നമ്മുടെ കയ്യിൽ കൾച്ചറുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൾച്ചറിനെ ഡയറക്റ്റായിട്ട് എടുത്ത് ഒഴിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു രീതികളുണ്ട്, ചെറിയ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ മെത്തേഡ്സ് ഓഫ് ബാക്ടീരിയൽ കൾച്ചറിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് സ്ട്രീക്ക് കൾച്ചറുണ്ട്, ലോൺ കൾച്ചറുണ്ട്, സ്ട്രോക്ക് കൾച്ചറുണ്ട്, സ്റ്റാബ് കൾച്ചറുണ്ട്, പോർ പ്ലേറ്റ് കൾച്ചറുണ്ട്, ഷേക്ക് കൾച്ചറുണ്ട്, ലിക്വിഡ് കൾച്ചർ മെത്തേഡ്സ് ഉണ്ട്.
ഓക്കെ. പിന്നെ ഇതൊഴികെ ഇതല്ലാണ്ട് നമുക്ക് അനൈറോബിക് ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് ഓക്സിജൻ പാടില്ല, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസിൽ വളരുന്ന ഓർഗാനിസംസ് ആണെങ്കിൽ അവർക്ക് നമ്മൾ ആ രീതിക്കുള്ള സ്പെഷ്യൽ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്ടീരിയൽ കൾച്ചറിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഇനി ഓരോന്നായിട്ട് നോക്കാം. സ്ട്രീക്ക് കൾച്ചർ അല്ലെങ്കിൽ സർഫസ് പ്ലേറ്റിംഗ് എന്ന് പറയും. ഓക്കെ. അതായത് നമ്മൾ പെട്രി പ്ലേറ്റ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റൗണ്ടിലുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മളെ കയ്യിൽ നമ്മുടെ ട്യൂബിലിപ്പോൾ ഒരു സാമ്പിളുണ്ട്. ഇതിനകത്ത് ഏതൊരു ടൈപ്പ് ബാക്ടീരിയ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ ഒരു പെട്രി പ്ലേറ്റിലോട്ട് നമ്മൾ പ്യുവർ കൾച്ചർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. ഇതിനെ നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാമത്തെ മെത്തേഡാണ് സ്ട്രീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ച് കുറിച്ചിടുകയില്ലേ, അതാണ് സ്ട്രീക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. വരയായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ് സ്ട്രീക്കിംഗ്. അപ്പോൾ അത് ഇവിടെ എങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാബിൽ ഒരു ഒരു വയർ ലൂപ്പ് യൂസ് ചെയ്യും. അതായത് വയറിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു വട്ടം, പിന്നെ ഇതിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് പിടിക്കാനായിട്ടുള്ളൊരു ഹാൻഡിലുണ്ടാവും. ഓക്കെ. നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയർ ലൂപ്പിന് കിട്ടും, അതിൻ്റെ ഫിഗർ കിട്ടും, ഏകദേശം ഇതുപോലെ ഇരിക്കും. നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കയ്യിൽ പിടിച്ചിട്ടാണ് ഇതിൻ്റെ അറ്റത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഈ ഒരു എഡ്ജ് പോർഷനിൽ ഇതിനെ നമ്മൾ കൾച്ചറിൽ പയ്യെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ആദ്യം പറയുന്ന ഈ ലൂപ്പിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇത് പിന്നെ ലൂപ്പിൻ്റെ നമ്പറൊക്കെ പറയുന്നുണ്ട്. പറ്റുവാണെങ്കിൽ പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്ലാറ്റിനം ലൂപ്പും പിന്നെ നിക്രോം ലൂപ്പും എങ്കിലും പഠിച്ചു വയ്ക്കുക. കാരണം പ്ലാറ്റിനം ലൂപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നമ്പറുണ്ട്, നമ്പർ 23 SWG, 6.5 സെൻറ്റിമീറ്റർ ലോങ് ആയിട്ടുള്ള ലൂപ്പാണ്. അപ്പോൾ ഈ ലൂപ്പിന് കോസ്റ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നത് സാധാരണ നിക്രോം റെസിസ്റ്റൻസ് വയറാണ് കേട്ടോ. നിക്രോം റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വയർ നമ്പർ 24 SWG ഈ ഒരു നെയിമിലുള്ള ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത്, നിങ്ങൾക്കിപ്പോൾ വായിച്ചെടുക്കുന്നതിനേക്കാൾ ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം. സ്ട്രീക്ക് കൾച്ചറിൽ നമ്മളിപ്പോൾ ഈ ലൂപ്പ് വെച്ചിട്ട് ഇവിടെ ഡിപ്പ് ചെയ്യുന്നു. ഇവിടെ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പുറത്തോട്ടെടുത്തിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഒരു വെല്ല് പോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ അതിനെ അവിടെ പതിപ്പിക്കും. ഓക്കെ. ജസ്റ്റ് ഇങ്ങനെ ഒന്നൊന്ന് പരത്തി വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഇതിനെ ഓരോ ക്വാഡ്രൻ്റ് പോലെ ആക്കും. ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ. ഇങ്ങനെ ഒരു ലൈൻ. പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യണം, ഈ പോയിന്റിലൊന്ന് തിരിച്ചിങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. അടുത്ത് ഈ പോയിന്റിൽ നിന്ന് തിരിച്ച് ഇങ്ങനെ ഇവിടെ വരെ ഒരു ലൈൻ വരയ്ക്കാം. പിന്നെ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ വരെ വരയ്ക്കാം. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഓരോ വരയിലും എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ നിന്ന് എടുത്ത ഇനോക്കുലം, ഓക്കെ, ഇനോക്കുലം എന്ന് പറയാമല്ലോ, ഇവിടെ നിന്ന് എടുത്ത ഇനോക്കുലം, അതായത് ആ ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസം, അതിനെ നമ്മൾ ആദ്യം ഇവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് ഓരോരോ വര വരയ്ക്കുമ്പോഴും നമ്മുടെ ആ ലൂപ്പിലൂടെ ഇതിൽ നിന്നുള്ള ചെറിയ അംശങ്ങൾ ഇങ്ങനെ ചേർന്ന് വരെയാണ്. ദാറ്റ് മീൻസ് നമ്മൾ അടുത്ത ദിവസം ഇതിനെ ഇൻക്യുബേഷൻ ചെയ്തിട്ട് ഈ പ്ലേറ്റ് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്, ഈ ഭാഗം തൊട്ട് നമ്മൾ ഈ വയർ ലൂപ്പ് കൊണ്ട് വരച്ച ഇത്രയും പോർഷനിലും കുറേ എന്തായിട്ട് കാണാൻ പറ്റും, ബാക്ടീരിയൽ കോളനീസ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടേക്ക് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി കൂടുതലായിരിക്കും. നമ്മൾ ആദ്യമേ ലൂപ്പിലുള്ള അത്രയും ലിക്വിഡും ഇങ്ങനെ പോവുകയാണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കോളനീസ് കുറവായിട്ട് വരും. ഏറ്റവും അറ്റത്തൊക്കെ നമുക്ക് ഒരു കോളനിയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇനി എന്തെങ്കിലും അതിനെപ്പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ എന്തെങ്കിലും ക്യാരക്ടേഴ്സൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ട്, ഇപ്പോൾ നമുക്ക് അതിനെ മൈക്രോസ്കോപ്പിലൂടെ വെച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് വരുന്ന കോളനീസിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, പിക്ക് ചെയ്യുക. കോളനിയിൽ നിന്ന് ഇതുപോലെ ലൂപ്പ് വെച്ചിട്ട് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇതില്ലേ സ്ലൈഡിൽ നമ്മൾ അതിൻ്റെ സ്മിയർ പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രീക്കിങ്ങിൽ വരുന്നത്. ഓക്കെ. സ്ട്രീക്കിങ് നമുക്ക് ഇപ്പോൾ ഞാൻ ഒരു ലൈൻ മാത്രമേ വരച്ചുള്ളൂ. ഇതുപോലെ നമുക്ക് പല ലൈൻസ് ഇങ്ങനെ വരച്ച് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രീക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ ഓരോ തവണ ഈ കണ്ടാമിനേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ തവണ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോഴും ഈ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അതിനാണ് നമ്മൾ സ്ട്രീക്കിംഗ് എന്ന് പറഞ്ഞത്. ഓരോ തവണ സ്ട്രീക്ക് ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ ലൂപ്പിനെ നമ്മൾ നേരത്തെ സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ പറഞ്ഞല്ലോ, റെഡ് ഹോട്ട് ആക്കുന്നത്. അപ്പോൾ ആ ഒരു റെഡ് ഹീറ്റിൽ വെച്ച് ആ ബെൻസൺ ബർണറിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അതിനെ റെഡ് ഹോട്ട് ചെയ്ത്
കംപ്ലീറ്റ് കളഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ടും വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത ലൂപ്പിനെ ഇതിലോട്ട് കൊണ്ടുവന്നിട്ട് ഇനോക്കുലത്തിനെ ഡയറക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യും. അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഓരോ ക്വാഡ്രൻ്റ് ആയിട്ട് വരയ്ക്കും. ഈ ഓരോ ക്വാഡ്രൻ്റ് ഫിനിഷ് ചെയ്യുമ്പോഴും പിന്നെയും ലൂപ്പിനെ സ്റ്റെറിലൈസ് ചെയ്തിട്ടായിരിക്കും പിന്നെയും അടുത്തടുത്ത ക്വാഡ്രൻറ്റിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഓരോ ക്വാഡ്രൻറ്റിനെയാണ്, ഓരോ ഏരിയനെയാണ് ABCDE എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ എന്ന് പറയുന്ന സെക്ഷൻ അവർ ഇതാണ് പറയുന്നത്. അടുത്ത ബിയിൽ കണ്ട് അവർ 2-3 ലൈൻസ് വരച്ചിട്ടുണ്ട്. അടുത്ത C വന്നപ്പോഴത്തേക്ക് അവർ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിരിക്കുകയാണ്. ദെൻ D എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ സ്ട്രീക്ക് ചെയ്തിരിക്കുകയാണ്. E എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതിനെ ഈ ഓരോ സ്ട്രോക്കിനെയാണ് നമ്മൾ ഇങ്ങനെ സ്ട്രോക്ക് ഇത് വരച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ ഈ സ്ട്രീക്ക് പ്ലേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡ് ലോൺ കൾച്ചർ അല്ലെങ്കിൽ കാർപ്പറ്റ് കൾച്ചർ എന്ന് പറയും. ഓക്കെ, കാർപ്പറ്റ് കൾച്ചർ, ലോൺ കൾച്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത് ഓക്കെ, ലോൺ കൾച്ചർ ഓർ കാർപ്പറ്റ് കൾച്ചർ. ഓക്കെ, ഇവിടെ ഒരു ഇതുണ്ട്. അതായത് ലോൺ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ മീഡിയേൻ്റെ പ്ലേറ്റിൽ നമ്മൾ മീഡിയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലോട്ട് നമ്മൾ എന്ത് ചെയ്യും, കൾച്ചറിനെ, ലിക്വിഡ് ആയിട്ടുള്ള കൾച്ചറായിരിക്കും, അതിനെ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഒഴിക്കും. ഓക്കെ, ഒഴിച്ച് മുഴുവനും എന്ത് ചെയ്യും, ഫ്ലഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഒരു സ്റ്റെറൈൽ പീപ്പറ്റ് യൂസ് ചെയ്ത് ഇതിൽ നിന്നുള്ള മുകളിൽ എക്സസ് ആയിട്ട് കിടക്കുന്ന ഇനോക്കുലത്തിനെ നമ്മൾ സക്ക് ചെയ്ത് മാറ്റും. അപ്പോൾ ഇവിടെ മേലെ എന്താവും, ഇനോക്കുലം ഉണ്ട് എന്നാൽ ഡ്രൈഡ് കണ്ടീഷനായിരിക്കും, ഇങ്ങനെ ഒഴുകുന്ന അവസ്ഥയൊന്നും അല്ല. എന്നിട്ട് നമ്മൾ ഇതിനെ കൊണ്ടുപോയി എന്ത് ചെയ്യും, ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് അടുത്ത ദിവസം നോക്കുമ്പോൾ ഇവിടെ മുഴുവനും ഈ മേലെ സർഫസിൽ മുഴുവനും എന്ത് കാണാൻ പറ്റും, യൂണിഫോം ആയിട്ടുള്ള ബാക്ടീരിയൽ ഗ്രോത്ത് കാണാൻ പറ്റും. അപ്പം നമുക്കിത് ഈ മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് സ്വാബ് യൂസ് ചെയ്യാം. സ്വാബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇയർബഡ് ഇല്ലേ, അതുപോലത്തെ സംഗതി തന്നെയാണ് സ്വാബ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലിക്വിഡ് കൾച്ചറിൽ മുക്കിയതിന് ശേഷം ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഫുള്ള് പതിപ്പിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് പറ്റും, ഫുള്ള് ഇനോക്കുലം വരും. അങ്ങനെ ഇതും ഒരു ടൈപ്പ് കൾച്ചറൽ മെത്തേഡാണ്. അതിനെ പറയുന്നത് ലോൺ കൾച്ചർ മെത്തേഡ് എന്നാണ്. പിന്നെ ഇതിൻ്റെ യൂസസ് പറയുന്നുണ്ട്, ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റിങ്, ബാക്ടീരിയോഫേജ് ടൈപ്പിംഗ്, പിന്നെ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ബാക്ടീരിയൽ ആൻറ്റിജൻസ് ആൻഡ് വാക്സിൻസ്. ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇതിനകത്താണെങ്കിൽ ഫുൾ ഒരു ടൈപ്പ് ബാക്ടീരിയ ഉണ്ടെന്ന് വെച്ചാൽ, അപ്പോൾ ആ ബാക്ടീരിയയ്ക്ക് എത്രത്തോളം ഒരു ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ എന്താണ് പെലറ്റ്സ്, നമ്മുടെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡിസ്ക് ഒക്കെ കിട്ടും വാങ്ങാനായിട്ട്. അത് നമ്മൾ ഇതിൻ്റെ മേലെ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് എത്രത്തോളം ആണോ അതിനനുസരിച്ച് ചുറ്റിലുള്ള ബാക്ടീരിയ ചത്തുപോകും. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന ഒരു സോൺ ഓഫ് ഇൻഹിബിഷൻ, ഒരു സോൺ കിട്ടും. സോ നമുക്ക് ആ സോൺ ഓഫ് ഇൻഹിബിഷൻ അളന്നിട്ട് ഇത്ര എഫക്റ്റീവ് ആണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ബാക്ടീരിയോഫേജ് ടൈപ്പിംഗ് നേരത്തെ പറഞ്ഞു, ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ബാക്ടീരിയൽ ആൻറ്റിജൻസ് ആൻഡ് വാക്സിൻസ്. ബാക്ടീരിയൽ ആൻറ്റിജൻസിനും വാക്സിൻസിനും ഒക്കെ നമുക്ക് എന്ത് വേണം, it may also be employed when a large amount of growth is required on solid media, is for instance in the preparation of bacterial antigens and vaccines. അവരുടെയൊക്കെ ലാർജ് ക്വാണ്ടിറ്റി ആവശ്യമായിട്ട് വരുമ്പോൾ അവർ അത്രയും കൾച്ചർ ചെയ്തെടുക്കേണ്ടി വരും. സോ ഇവിടെയൊക്കെ നമുക്ക് ലോൺ കൾച്ചറാണ് യൂസ് ആവുന്നത്. ദെൻ സ്ട്രോക്ക് കൾച്ചർ. സ്ട്രോക്ക് കൾച്ചർ എന്ന് പറയുമ്പോൾ സ്ട്രോക്ക് കൾച്ചർ ഈസ് മെയ്ഡ് ഇൻ ട്യൂബ്സ് കണ്ടിങ് അഗാർ സ്ലോപ്പ് ഓർ സ്ലാൻഡ്. ഓക്കെ, സ്ട്രോക്ക് കൾച്ചർ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, ടെസ്റ്റ് ട്യൂബിൽ പിന്നീട് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അതായത് ടെസ്റ്റ് ട്യൂബിൽ നോർമലായിട്ട് ഇങ്ങനെ ഇത്രയാണ് വെള്ളമെന്ന് വെച്ചു, വെള്ളം അതിനെ നമ്മൾ ചരിച്ച് വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും അല്ലേ, അതായത് ചരിഞ്ഞ് ഇരുന്ന ആ ഒരു ഷേപ്പിലായിരിക്കും പിന്നെ നമുക്ക് കിട്ടുന്നത്. വെള്ളം വിട്ടോ എന്തെങ്കിലും ഒരു ന്യൂട്രിയൻ്റ് അഗാർ തന്നെ എടുത്തോ, അപ്പോൾ ലിക്വിഡ് ആയിരുന്നു, അത് പിന്നെ സോൾഡിഫൈ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. സോ ഇതാണ് അഗാർ സ്ലോപ്പ് അല്ലെങ്കിൽ സ്ലാൻഡ്. ഇതിൻ്റെ മേലെ നമ്മൾ പയ്യെ മറ്റേ ഇനോക്കുലേഷൻ ലൂപ്പ് വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു സ്മിയർ ചെയ്ത് വിടും ഇനോക്കുലേഷൻ നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന്. ഓക്കെ, ഈ മെത്തേഡിനെയാണ് നമ്മൾ സ്ട്രോക്ക് കൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നത് സ്റ്റാബ് കൾച്ചറാണ്. സ്റ്റാബ് കൾച്ചർ എന്ന് പറയുമ്പോൾ സെയിം നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ നമ്മുടെ മീഡിയം എടുത്തിട്ടുണ്ടാവും. ഈ മീഡിയം മീഡിയത്തിൻ്റെ ഉള്ളിലോട്ട് നമ്മളിങ്ങനെ ഒരു ഇനോക്കുലേഷൻ ലൂപ്പില്ലേ, ഇനോക്കുലേഷൻ ലൂപ്പ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റാബ് കൾച്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ലൂപ്പും ഉണ്ടാവും. അപ്പോൾ ആ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇനോക്കുലത്തിൽ ടച്ച് ചെയ്തതിന് ശേഷം നേരെ ഇതിലോട്ട് ഇങ്ങനെ കുത്തി ഇറക്കും.
ഓക്കെ, കുത്തി ഇറക്കിയിട്ട് അതേ പാത്തിൽ കൂടെ തന്നെ നമ്മൾ ഇനോക്കുലേഷൻ ലൂപ്പിനെ തിരിച്ചെടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗത്ത് ആ കുത്ത് വീണ് ആ ഒരു ഇത്രയും ഒരു ലൈൻ ഏരിയയിൽ എന്ത് പറ്റും, കൾച്ചർ എന്തായാലും അവിടെ ഇനോക്കുലം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ അത്രയും ഇനോക്കുലം വീഴുന്ന ഭാഗം അത്രയും അടുത്ത ദിവസം നോക്കുമ്പോൾ കൾച്ചർ അവർ വളർന്നിട്ടുണ്ടാവും. സോ മെയിനായിട്ട് നമ്മൾ മോട്ടിലിറ്റി ഇവരുടെ അവർ മൊട്ടയിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൂടുതൽ ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസസ് പറഞ്ഞിട്ടുണ്ട് മെയിൻലി ഫോർ ഡെമോൺസ്ട്രേഷൻ ഓഫ് ജെലാറ്റിൻ ലിക്വിഫാക്ഷൻ. ജെലാറ്റിൻ, അതായത് നമ്മളിപ്പോൾ ജെലാറ്റിൻ യൂസ് ചെയ്യുന്ന ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ അവരെ നമ്മളിങ്ങനെ സ്റ്റാപ്പ് കൾച്ചർ ചെയ്തിട്ട് വിടുമ്പോഴേക്കും എന്ത് പറ്റും, ഇൻക്യുബേഷൻ കഴിയുമ്പോൾ ഇങ്ങനെ സോൾട്ട് ഇട്ടിരിക്കുന്ന ജെലാറ്റിൻ അടുത്ത് ലിക്വിഡ് ആവുന്നത് കാണാൻ പറ്റും. കാരണം അതിലെ ജെലാറ്റിനെയൊക്കെ ഇവർ ലിക്വിഫൈ ചെയ്തു. ദെൻ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഓക്സിജൻ റിക്വയർമെൻറ്റ് ഓഫ് ദി ബാക്ടീരിയം അണ്ടർ സ്റ്റഡി. ഇവരുടെ ഓക്സിജൻ റിക്വയർമെൻറ്റ്, അതായത് ഇങ്ങനെ നമ്മൾ കുത്തിയിട്ട് വിടുമ്പോൾ ഓക്സിജൻ ആവശ്യമുള്ളവരാണ്, എയറോബിക് ആയിട്ടുള്ള ബാക്ടീരിയനെയാണ് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്തതെങ്കിൽ അവർ ഈ സർഫസിലായിരിക്കും ഗ്രോ ചെയ്ത് നിൽക്കുന്നത്. അനേറോബിക് കണ്ടീഷനൊക്കെ ആണെങ്കിൽ താഴോട്ടൊക്കെ ആയിരിക്കും മാക്സിമം ഗ്രോത്ത് വരുന്നത്. പിന്നെ ഫോർ മെയിൻ്റനൻസ് ഓഫ് സ്റ്റോക്ക് കൾച്ചർ, ദെൻ ടു സ്റ്റഡി മോട്ടിലിറ്റി ഓഫ് ബാക്ടീരിയ ഇൻ സെമി സോളിഡ് അഗാർ. അടുത്ത് വരുന്നത് പോർ പ്ലേറ്റ് മെത്തേഡാണ്. ഓക്കെ, പോർ പ്ലേറ്റ് മെത്തേഡ്. ഇപ്പോൾ ഈ പോർ പ്ലേറ്റ് പഠിക്കുമ്പോൾ സ്പ്രെഡ് പ്ലേറ്റും കൂടെ ഒരുമിച്ച് പഠിക്കാം. അതായത് രണ്ടിലും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പോർ പ്ലേറ്റ് ആണെങ്കിൽ നമ്മൾ പെട്രി പ്ലേറ്റ് എടുക്കുന്നു. പെട്രി പ്ലേറ്റിൽ ഒരു 1 ml ഓർ 0.1 ml ഡൈല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൂടുതലും ചെയ്യുന്നത് 1 ml. ഓക്കെ, പോർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 1 ml ഡൈല്യൂഷനിലുള്ള 1 ml ഓഫ് എന്താണ് നമ്മൾ ഇനോക്കുലത്തിനെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മേലോട്ട് നമ്മുടെ ഒരു 45-50 ഡിഗ്രി സെൽഷ്യസിൽ ആ ഒരു ചൂട് എന്ന് വെച്ചാൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചൂട്, ഈ തരത്തിലുള്ള ഈ ഒരു ടെമ്പറേച്ചറിലുള്ള അഗാറിനെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട്, അപ്പോൾ നമ്മളെ സാമ്പിൾ ഓൾറെഡി താഴെ ഇരിപ്പുണ്ട്, അതിൻ്റെ മേലോട്ട് നമ്മൾ ഇതിനെ ഒഴിച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് എന്ത് ചെയ്യും, ജസ്റ്റ് ഷേക്കിംഗ് എന്ന് വെച്ചാൽ ജെൻറ്റൽ അജിറ്റേഷനാണ്. പയ്യെ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ച് എവിടെ വയ്ക്കും, നമ്മൾ ഇൻക്യുബേറ്ററിൻ്റെ അകത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കോളനീസ് കിട്ടും. അപ്പോൾ ഇതാണ് പോർ പ്ലേറ്റ് മെത്തേഡ്. ഇനി സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ പെട്രി പ്ലേറ്റിൽ എന്ത് അഗാറിലാണോ അവർ വളരേണ്ടത് ആ അഗാറിനെ നമ്മൾ പോർ ചെയ്തിട്ട് അതിനെ സോൾഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മേലെ നമ്മൾ ഫോർ എക്സാമ്പിൾ 0.1 ml, ഓക്കെ, ഇതൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ജനറലി യൂസ് ചെയ്യുന്ന വാല്യൂസായി പറയുന്നത്. 0.1 ml ഓഫ് ബാക്ടീരിയൽ കൾച്ചറിന് നമ്മൾ ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു എൽ ഷേപ്പിലുള്ള ഒരു റോഡൊക്കെ കിട്ടും ലാബിൽ. അപ്പോൾ അതിനെ എല്ലാം സ്റ്റെറിലൈസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ എൽ ഷേപ്പിലുള്ള റോഡിനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് വിടും. ഓക്കെ, അതിനാണ് നമ്മൾ സ്പ്രെഡ് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡ് വരുന്നത് ഷെയ്ക്ക് കൾച്ചർ മെത്തേഡാണ്. ഷെയ്ക്ക് കൾച്ചർ എന്ന് പറയുമ്പോൾ it is made by melting nutrient agar in a test tube, cooling it to 45 degrees Celsius and inoculating it while molten from a liquid medium with a drop from a capillary pipette or a wetted straight wire depending on the desired size of the inoculation. അതായത് നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, അതിനകത്ത് 45 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ മോൾട്ടൺ മീഡിയത്തിന്, മോൾട്ടൺ എന്ന് വെച്ചാൽ ഉരുകിയ അവസ്ഥയിലുള്ള, സോളിഡും അല്ല ലിക്വിഡും അല്ല, ആ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, വെച്ചിരിക്കുകയാണ് ന്യൂട്രിയൻ്റ് മീഡിയത്തിന്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ നമുക്ക് ഏത് കൾച്ചറിനെയാണോ ഇനോക്കുലേറ്റ് ചെയ്യേണ്ടത് അവനെ നമ്മൾ ഒരു കാപ്പിലറി പിപ്പറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൂപ്പ് വെച്ചിട്ടോ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യും. അതിനുശേഷം നമ്മളതിൻ്റെ മൗത്ത് ജസ്റ്റ് ഇവരിങ്ങനെ ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞിരിക്കുകയായിരുന്നു വലുതായിട്ട് ഈ ഒരു പ്രൊസീജിയർ, ജസ്റ്റ് ഓർത്താൽ മതി. ടെസ്റ്റ് ട്യൂബിനകത്ത് മീഡിയ ഉണ്ട്, മീഡിയയുടെ ഉള്ളിൽ നമ്മൾ എന്തിനേയും കൂടെ ഇട്ടു, ഇനോക്കുലത്തിനെ കൂടെ ഇട്ടു. എന്നിട്ട് അതിനെ മൗത്ത് ക്യാപ്പ് വെച്ചിട്ട് അടയ്ക്കുന്നു. പിന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, നന്നായിട്ട് കയ്യിൽ വെച്ചിട്ടിങ്ങനെ കൈയിൻ്റെ പാമിൽ കൈപ്പത്തിയിൽ വെച്ചിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും അതിനുള്ളിലെ കണ്ടൻ്റ് എല്ലാം മിക്സ് ആവും. ഇതാണ് ഷെയ്ക്ക് കൾച്ചർ മെത്തേഡ്. ഓക്കെ, എന്നിട്ട് മിക്സ് ആയതിനു ശേഷം പിന്നെ മിക്സ് ആയതിനു ശേഷം നമ്മളിതിനെ പിന്നെ എവിടെ വയ്ക്കും, 37 ഡിഗ്രി സെൽഷ്യസ് ഫോർ 24 hours കീപ്പ് ചെയ്യും ഫോർ ഇൻക്യുബേഷൻ. അടുത്ത് വരുന്നത് ലിക്വിഡ് കൾച്ചേഴ്സ് ആണ്. ലിക്വിഡ് കൾച്ചേഴ്സ് ഇൻ ട്യൂബ്സ്, ബോട്ടിൽസ് ഓർ ഫ്ലാസ്ക് മേ ബി ഇനോക്കുലേറ്റഡ് ബൈ ടച്ചിങ് വിത്ത് എ ചാർജ്ഡ് ലൂപ്പ് ഓർ ബൈ ആഡിങ് ദ ഇനോക്കുലം വിത്ത് പിപ്പറ്റ്സ് ഓർ സിറിഞ്ചസ്. ലിക്വിഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ടെസ്റ്റ് ട്യൂബിനകത്താവാം, അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഇങ്ങനെ മുകളിലൊരു ക്യാപ്പുള്ള
സ്ക്രൂ ക്യാപ്ഡ് ബോട്ടിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലാസ്ക് ഉണ്ടാവും. ഇതിനകത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിക്വിഡ് ആയിട്ടുള്ള കൾച്ചർ മീഡിയയ്ക്കകത്തോട്ട്, ന്യൂട്രിയൻ്റ് മീഡിയയ്ക്കകത്തോട്ട് നമ്മുടെ കൾച്ചറിനെ ഒന്നുകിൽ സ്റ്റെറൈലായിട്ടുള്ള ഇനോക്കുലേഷൻ ലൂപ്പ് വെച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിപ്പറ്റ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിറിഞ്ച് യൂസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ഇനോക്കുലേഷൻ നടത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കിട്ടുന്ന കൾച്ചറും എങ്ങനെയായിരിക്കും, ഇതിനി സോൾഡിഫൈ ആവത്തില്ല, കാരണം ഇത് ഓൾറെഡി നമ്മൾ ലിക്വിഡ് മീഡിയത്തിൻ്റെ ഉള്ളിലോട്ടാണ് ഇടുന്നത്. അപ്പോൾ നമുക്കത് ലിക്വിഡ് കൾച്ചേഴ്സ് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ യൂസസ് പറയുന്നുണ്ട്. ബ്ലഡ് കൾച്ചർ ഫോർ സ്റ്റെറിലിറ്റി, ദെൻ ഡയലൂഷൻ ഇൻ ദ മീഡിയം, പിന്നെ ലാർജ് ഈൽഡിന് വേണ്ടിയിട്ട്. ദെൻ ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ നോട്ട് പോസിബിൾ എന്നാണ്. ദെൻ ഇത്രയായപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കൾച്ചർ മെത്തേഡ് കഴിഞ്ഞു. ഇനി എയറോബിക് കൾച്ചർ എന്ന് എടുത്തു പറയുകയാണെങ്കിൽ എന്താണ്, ദാറ്റ് മീൻസ് നമ്മൾ for cultivation of aerobes, the incubation is done in an incubator until normal atmospheric condition. Incubation of cultures at 37 degrees Celsius is a standard practice in the culture of bacteria pathogenic to man. അപ്പോൾ എയറോബിക് കൾച്ചർ എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ അത് നോർമലായിട്ട് നമ്മുടെ ഇൻക്യുബേറ്ററിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കൾച്ചർ മെത്തേഡിൽ ചെയ്തതിന് ശേഷം 37 ഡിഗ്രി സെൽഷ്യസിൽ കീപ്പ് ചെയ്തതാണ് എയറോബിക് കൾച്ചർ. ഇനി അനേറോബിക് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഓക്സിജനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് അനേറോബിക് കൾച്ചർ മെത്തേഡ്സ്. അനേറോബിക് കൾച്ചർ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ആവശ്യമില്ല, അവിടെ എന്താണ്, ഓക്സിജൻ ഉണ്ടെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെയാണ്. അപ്പോൾ അനേറോബിക് ബാക്ടീരിയ റിക്വയർ ഇൻക്യുബേഷൻ വിത്തൗട്ട് ഓക്സിജൻ ആൻഡ് ഡിഫർ ഇൻ ദെയർ requirement and sensitivity to oxygen. Obligate anaerobes will not grow from small inocula unless oxygen is absent and the EH of the medium is low. EH എന്ന് പറയുന്നത് റിഡോക്സ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ അനേറോബിക് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ഓക്സിജൻ ആവശ്യമില്ല എന്നുള്ളവരാണ്. ഇനി അതിൽ തന്നെ ഒബ്ലിഗേറ്റ് അനേറോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൽ ഒരു ചെറിയൊരു ഓക്സിജൻ്റെ പോലും പ്രസൻസ് അവർക്ക് പറ്റത്തില്ല. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള അനേറോബുകളാണ് ഒബ്ലിഗേറ്റ് അനേറോബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അനേറോബിക് കൾച്ചർ മെത്തേഡ്സും കൂടി പഠിക്കാനുണ്ട്. സോ മെത്തേഡ്സ് ഓഫ് അനേറോബയോസിസിൽ നമുക്കിത് എങ്ങനെയൊക്കെ, അതായത് ഇപ്പം ഈ അനേറോബിക് കൾച്ചർ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൾച്ചർ മെത്തേഡൊക്കെ സെയിമാണ്, പക്ഷെ നമ്മളിതിനെ ഇൻക്യുബേഷനൊക്കെ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നമ്മൾ അവിടെ ഇൻക്യുബേഷൻ ചെയ്യുമ്പോൾ നേരത്തെ ആണെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോയി ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ വയ്ക്കും. ഇവിടെ ആകുമ്പോൾ നമുക്ക് അത് പറ്റില്ല, വേറെ രീതിയിലൊക്കെ ആയിരിക്കും നമുക്കിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊക്കെ എവിടെ വരണം. അപ്പോൾ എങ്ങനെയാണ് അനേറോബയോസിസ്, അതായത് ഈ ഒരു ഓക്സിജൻ ഇല്ലായ്മ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളത്. ഒന്ന്, പ്രൊഡക്ഷൻ ഓഫ് എ വാക്യൂം. രണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഓക്സിജൻ ബൈ അതർ ഗ്യാസസ്. മൂന്ന്, ബൈ അബ്സോർപ്ഷൻ ഓഫ് ഓക്സിജൻ ബൈ കെമിക്കൽ ഓർ ബയോളജിക്കൽ മെത്തേഡ്സ്. നാല്, ബൈ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് കംപ്രഷൻ ഓഫ് ഓക്സിജൻ. അഞ്ച്, ബൈ റെഡ്യൂസിങ് ഏജൻസ്. ആറ് അതർ അനേറോബിക് കൾച്ചർ സിസ്റ്റംസ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ബൈ പ്രൊഡക്ഷൻ ഓഫ് വാക്യൂം, എങ്ങനെയാണ് വാക്യൂം ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ദിസ് വാസ് അറ്റംപ്റ്റഡ് ബൈ ഇൻക്യുബേറ്റിംഗ് കൾച്ചേഴ്സ് ഇൻ എ വാക്യൂം ഡെസിക്കേറ്റർ but proved to be unsatisfactory because some oxygen is always left behind. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വാക്യൂം ഡെസിക്കേറ്റർ വെച്ചിട്ട് അതിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൾച്ചേഴ്സിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ മെത്തേഡ് അത്ര സാറ്റിസ്ഫാക്ടറി അല്ല, കാരണം കുറച്ച് ഓക്സിജനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. സോ നമ്മൾ ഈ മെത്തേഡ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഡ്രോബാക്സ് പറയുന്നുണ്ട്. ദെൻ അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഓക്സിജൻ ബൈ അതർ ഗ്യാസസ്. നമുക്ക് മറ്റ് ഗ്യാസസിനെ കൊടുത്തുകൊണ്ട് നമ്മുടെ കൾച്ചറിലുള്ള ഓക്സിജനെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാൻഡിൽ ജാർ. അപ്പോൾ ഇതും അത്ര ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡൊന്നും അല്ല, പക്ഷെ പോപ്പുലറാണ്. അപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ here inoculated plates are placed inside a large airtight container and a lighted candle kept in it before the lid is sealed. നമ്മളൊരു വലിയൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ, അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാൻഡിലും കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ ഇനോക്കുലേറ്റഡ് പ്ലേറ്റ്സും വയ്ക്കും. ഓക്കെ, എന്നിട്ട് പ്ലേറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ആ ലിഡിനെ നന്നായിട്ട് സീൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ക്യാൻഡിൽ സാധാരണ കത്താൻ വേണ്ടിയിട്ട് ഓക്സിജൻ ഫുള്ള് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് അണയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ഓക്സിജൻ അവിടെ തീർന്നു എന്നല്ല അല്ലേ. പക്ഷെ ശരിക്കും അങ്ങനെ ഓക്സിജൻ അവിടെ തീരുന്നില്ല, അവിടെ കുറച്ച് എമൗണ്ട് ഓക്സിജൻ പിന്നെയും അവിടെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഈ മെത്തേഡ് അത്ര സാറ്റിസ്ഫാക്ടറി അല്ല. ഇനി മൂന്നാമത്തത് ബൈ അബ്സോർപ്ഷൻ ഓഫ് ഓക്സിജൻ ബൈ കെമിക്കൽ ഓർ ബയോളജിക്കൽ മെത്തേഡ്സ്. അതിനകത്തുള്ള ഓക്സിജനെ അബ്സോർബ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അതിൽ കെമിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ പൈറോഗാലിക് ആസിഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് പൗഡേർഡ് ക്രോമിയം ആൻഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ബയോളജിക്കൽ മെത്തേഡ്. അപ്പോൾ നമുക്ക് കെമിക്കൽ മെത്തേഡ് നോക്കാം.
ഒന്നാമത്തേത് പൈറോഗാലിക് ആസിഡ് ആണ്. ഇവിടെ ഇത് ബുച്ച്നർ ആണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആൽക്കലൈൻ പൈറോഗാലൽ ഫോർ അനൈറോബയോസിസ് വിച്ച് അബ്സോർബ്സ് ഓക്സിജൻ. എന്താണ് ആൽക്കലൈൻ ആയിട്ടുള്ള പൈറോഗാലോളിന് ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ പറ്റും. സോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബുച്ച്നർ ആണ്. അതാണ് ഈ ഒരു അനൈറോബയോസിന്റെ ഈ ഒരു കെമിക്കൽ മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ. ദിസ് മെത്തേഡ് ഹാസ് സബ്സിക്വൻ്റ്ലി ബീൻ യൂസ്ഡ് വിത്ത് ഡിഫറെൻറ്റ് മോഡിഫിക്കേഷൻസ്. ഇതിൽ പിന്നെ പല മോഡിഫിക്കേഷൻസും ഉണ്ട്. ഇൻ എ ലാർജ് ട്യൂബ്, അതിനെ നമ്മൾ ബുഷ്നസ് ട്യൂബ് എന്ന് പറയും, കണ്ടെയ്നിങ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് പൈറോഗാലിക് ആസിഡ് ഈസ് ആഡഡ്. ഒരു വലിയൊരു ട്യൂബ്, അതിനുള്ളിൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷൻ ഉണ്ട്, അതിനകത്തോട്ട് നമ്മൾ പൈറോഗാലിക് ആസിഡിനെ ആഡ് ചെയ്യും. ദ ബുഷ്നസ് ട്യൂബ് ഈസ് ദെൻ പ്ലേസ്ഡ് ഇൻസൈഡ് ആൻ എയർ ടൈറ്റ് ജാർ ആൻഡ് പ്രൊവൈഡ്സ് anaerobiosis but a small amount of carbon monoxide which is formed during the reaction may be inhibitory to some bacteria. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ്റെ അകത്ത് പൈറോഗാലിക് ആസിഡ് ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എയർ ടൈറ്റ് ജാറിനകത്ത് വെക്കുകയാണ്. അവിടെ ഇനി അനൈറോബയോസിസ് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ കാരണം സ്മോൾ എമൗണ്ടിൽ എന്ത് പറ്റും, കാർബൺ മോണോക്സൈഡ് വാതകം പുറത്തോട്ട് വരും. ദിസ് മെത്തേഡ് ഹാസ് ബീൻ അപ്ലൈഡ് ടു സിംഗിൾ ട്യൂബ് ആൻഡ് പ്ലേറ്റ് കൾച്ചേഴ്സ്. ഇത് നമുക്ക് പ്ലേറ്റ് കൾച്ചേഴ്സിനും പിന്നെ ട്യൂബ് കൾച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ സിംഗിൾ ട്യൂബിനായിരിക്കും യൂസ് ആവുന്നത്. പിന്നെയുള്ളത് സ്പ്രേ അനൈറോബിക് ഡിഷ് എന്ന് പറഞ്ഞിട്ട് ഈ സെയിം പൈറോഗാലിക് ആസിഡിൻ്റെ യൂസ് തന്നെ അത് യൂസ് ചെയ്യുന്ന മറ്റൊന്നാണ് സ്പ്രേ അനൈറോബിക് ഡിഷ്. ഇതിൽ രണ്ട് ഹാഫ് ഉണ്ടാവും. ബോട്ടം പോർഷനിൽ നമ്മൾ ഈ പൈറോഗാലിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഇവന്മാരെ പ്ലേസ് ചെയ്യും. അതിൻ്റെ മേലെയുള്ള പോർഷനിൽ പെട്രി ഡിഷസ്, നമ്മുടെ ഇനോക്കുലേഷൻ നടത്തിയ പെട്രി ഡിഷ് നമ്മൾ മേലെ വയ്ക്കും. മേലെ അതിനെ ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും വയ്ക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഗ്ലാസ് പ്ലേറ്റുകളല്ലേ, അതിനെ കമിഴ്ത്തി വയ്ക്കും, എന്നിട്ട് സീൽ ചെയ്യും, ഫുള്ളായിട്ട് സീൽ ചെയ്യും. അപ്പോൾ ഇതും ഇതുപോലെ ഈ ഡിഷിനെ പയ്യെ ഒന്ന് ജെന്റിലി ഒന്ന് ഷേക്ക് ചെയ്യും. ദെൻ റോക്ട് എന്നാണ് പറയുന്നത്, റിയേജൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അനൈറോബയോസിസ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഈ മെത്തേഡും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അടുത്ത കെമിക്കൽ മെത്തേഡാണ് മിക്സ്ചർ ഓഫ് പൗഡേർഡ് ക്രോമിയം ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. എന്താ, എ മിക്സ്ചർ ഓഫ് ക്രോമിയം ആൻഡ് സൾഫ്യൂരിക് ആസിഡ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് അനൈറോബയോസിസ് വിത്തിൻ ജാർസ്. അതിനെ നമ്മൾ റോസെൻറ്റാൽ മെത്തേഡ് എന്ന് പറയും. ഓർ വിത്ത് യെല്ലോ ഫോസ്ഫറസ്. ദ ടു കെമിക്കൽസ് റിയാക്ട് ഇൻ പ്രസൻസ് ഓഫ് അവൈലബിൾ ഓക്സിജൻ ആൻഡ് പ്രൊഡ്യൂസ് ക്രോമസ് സൾഫേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ മിക്സ്ചർ ഓഫ് ക്രോമിയം ആൻഡ് സൾഫ്യൂരിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, അനൈറോബയോസിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിൽ വരുന്നതാണ് ഗ്യാസ് പാക്ക്. ദ ഗ്യാസ് പാക്ക് ഈസ് നൗ ദ മെത്തേഡ് ഓഫ് ചോയ്സ് ഫോർ പ്രിപ്പയറിംഗ് അനൈറോബിക് ജാർസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഗ്യാസ് പാക്ക്. ദ ഗ്യാസ് പാക്ക് ഈസ് കൊമേഴ്ഷ്യലി അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് എ ഡിസ്പോസബിൾ പാക്കറ്റ് ഓഫ് അലൂമിനിയം ഫോയിൽ കണ്ടെയ്നിങ് pellets of sodium borohydride and cobalt chloride and of citric acid and sodium bicarbonate. അപ്പോൾ ഇത്രയും പേരും അടങ്ങിയിട്ടുള്ള ഒരു സാഷെ, ഒരു പാക്കറ്റായിട്ടായിരിക്കും ഇപ്പോൾ എന്ത് പറയുന്നത്, ആ പാക്കറ്റ്, അതാണ് ഗ്യാസ് പാക്ക് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദി ഇനോക്കുലേറ്റഡ് പ്ലേറ്റ്സ് ആർ കെപ്റ്റ് ഇൻ ദ ജാർ. നമ്മൾ ജാറിനുള്ളിൽ ഇനോക്കുലേറ്റഡ് പ്ലേറ്റ്സ് വച്ചതിന് ശേഷം വാട്ടർ ഈസ് ആഡഡ് ടു ദ ഡിസ്പോസബിൾ അലൂമിനിയം ഫോയിൽ പാക്കറ്റ് ആൻഡ് ദ പാക്കറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി put in the jar and its lid is screwed tight. നമ്മൾ അനൈറോബിക് കണ്ടീഷൻ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ജാർ ഉണ്ടായിരിക്കില്ല. ആ ജാറിൽ നമ്മൾ നമ്മുടെ ഇനോക്കുലേഷൻ നടത്തിയ പെട്രി പ്ലേറ്റ്സ് ഒക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ അടുത്തായിട്ട് ഈ ഒരു പാക്കറ്റ്, ഈ ഒരു ഗ്യാസ് പാക്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിതിനെ ഇമ്മീഡിയറ്റ്ലി ഇതിൻ്റെ ഉള്ളിലോട്ട് പ്ലേസ് ചെയ്യും, എന്നിട്ട് നന്നായിട്ട് അടയ്ക്കും. അപ്പോൾ അവിടെ ചില റിയാക്ഷൻസ് നടക്കും. റിയാക്ഷൻസ് ദെൻ ടേക്ക് പ്ലേസ് ടു സപ്ലൈ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ആവും. ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ഇൻ ദി പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ, അവിടെ എന്തെങ്കിലും നമുക്ക് ഓക്സിജനെ റിമൂവ് ചെയ്യാനുള്ള പണിയാണ്. അപ്പോൾ അവിടെയുള്ള ഓക്സിജനുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യും. പിന്നെ ഇവിടുത്തെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അലൂമിന പെല്ലറ്റ്സ് കോട്ടഡ് വിത്ത് പലേഡിയം. അതാണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ്. present in the under surface of the lid of the jar to produce an anaerobic environment. The gas pack is simple and effective, eliminating the need for drawing a vacuum and adding hydrogen. This is the best method. As the standard gas pack jar is not evacuated before use, a relatively large volume of water is formed during catalysis. അപ്പോൾ അതിനെ നമ്മൾ ആദ്യമേ കുറേ ഇവാക്യുവേറ്റ് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ എന്ത് പറ്റും, അവിടെ ഓക്സിജൻ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്തൂടെ ഈ ഒരു റിയാക്ഷൻ കൂടി നടക്കുമ്പോൾ അവിടെ വെള്ളം ഒരുപാടായിട്ട് അവിടെ നിന്ന് ആ കാറ്റാലിസിസ് റിയാക്ഷൻ കഴിയുമ്പോൾ ഒരുപാട് വെള്ളം പുറത്തോട്ട് വരും. ദ ഗ്യാസ് കിറ്റ് or unipath is similar development and is said to yield a more assured volume of carbon dioxide. അടുത്ത മെത്തേഡ് ബയോളജിക്കൽ മെത്തേഡാണ്.
ഇവിടെ അബ്സോർപ്ഷൻ ഓഫ് ഓക്സിജൻ ഫ്രം സ്മോൾ ക്ലോസ്ഡ് systems has been attempted by incubation along with aerobic bacteria germinating seeds or chopped vegetables. ഇവിടെ വേറെ ഒന്നുമില്ല. ബയോളജിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ അനേറോബിക് ബാക്ടീരിയനെ നമുക്ക് കൾച്ചർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവിടുത്തെ ഓക്സിജനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ ഓക്സിജൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഓക്സിജനെ ഫുഡാക്കുന്നത് എയറോബിക് ബാക്ടീരിയ അല്ലേ, അപ്പോൾ അവരുടെ കൾച്ചറും കൂടി അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എന്താണ് ഓക്സിജനേക്ക് എയറോബിക് ബാക്ടീരിയ യൂസ് ചെയ്ത് തീർത്തോളും. സോ അങ്ങനത്തെ, അതുപോലെ ജെർമിനേറ്റിംഗ് സീഡ് അവർ ഓക്സിജനെ യൂസ് ചെയ്യും, ചോപ്പ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് അവരും ഓക്സിജനെ യൂസ് ചെയ്യും. സോ അങ്ങനത്തെ ലളിതമായിട്ടുള്ള മെത്തേഡാണ് ബയോളജിക്കൽ മെത്തേഡ്. ഇതൊക്കെ വളരെ സ്ലോയും ആണ്, ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡുകളാണ് കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് കെമിക്കൽ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് കമ്പഷൻ ഓഫ് ഓക്സിജൻ. ഓക്കെ, ഇത് ഓക്സിജന്റെ ഡിസ്പ്ലേസ്മെന്റും അതിന്റെ ജ്വലനവും കമ്പഷനും. അപ്പോൾ ഇവിടെ വരുന്നത് അനേറോബിക് ജാർസ് പ്രൊവൈഡ് ദ മെത്തേഡ് ഓഫ് ചോയ്സ് when an oxygen free or anaerobic atmosphere is required for obtaining surface growth of anaerobes. അപ്പോൾ ഇവിടെ ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു ജാറാണ് മെക്കിൻടോഷ് ആൻഡ് ഫീൽഡ്സ് അനേറോബിക് ജാർ. ഓക്കെ, മെക്കിൻടോഷ് ആൻഡ് ഫീൽഡ്സ് അനേറോബിക് ജാർ. അപ്പോൾ ഇതിൽ വേറൊന്നുമല്ല, ഈ ഒരു ഫിഗർ നോക്കുക. ഇവിടെ ഒരു ഇൻലെറ്റ് ഉണ്ട്, ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ താഴെയായിട്ട് കാറ്റലിസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇത് ലിഡാണ്, ഇതിൻ്റെ കവർ ചെയ്തിട്ടുള്ള ലിഡാണ്. പിന്നെ ഇവിടെ താഴെയായിട്ട് എന്തുണ്ടാവും, കൾച്ചർ പ്ലേറ്റ്സ് ഒക്കെ, നമ്മളിതിൻ്റെ ഉള്ളിലാണ് കൾച്ചർ പ്ലേറ്റ്സിനെയൊക്കെ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊസീജിയർ നോക്കാം. ഇനോക്കുലേറ്റഡ് കൾച്ചർ പ്ലേറ്റ്സ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് ദ ജാർ വിത്ത് ദ മീഡിയം അപ്പർ മോസ്റ്റ് ആൻഡ് ലിഡ് ഡൗൺവേർഡ്സ് ആൻഡ് ദ ലിഡ് ക്ലാംപ്ഡ് ആയിട്ട് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്ത കൾച്ചർ മീഡിയത്തെ എന്ത് ചെയ്യുക, പെട്രി പ്ലേറ്റ്സിന് ഇൻവേർട്ടഡ് പൊസിഷനിൽ വയ്ക്കും. എന്നിട്ട് ദ ഔട്ട്ലെറ്റ് ട്യൂബ് ഈസ് കണക്റ്റഡ് ടു എ വാക്യൂം പമ്പ് ആൻഡ് എയർ ഇൻസൈഡ് ഈസ് ഇവാക്യുവേറ്റഡ്. ഔട്ട്ലെറ്റ് ട്യൂബിനെ നേരെ ഒരു വാക്യൂം പമ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിനകത്തുള്ള എയർ കംപ്ലീറ്റ് എടുത്ത് കളയും. എന്നിട്ട് അതിൻ്റെ അപ്രോക്സിമേറ്റ്ലി 6/7 ഓഫ് ദി എയർ ഈസ് ഇവാക്യുവേറ്റഡ്. അവിടുത്തെ പ്രഷർ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അവിടെ ഒരു വാക്യൂം ഗേജ് ഉണ്ടാവും. പ്രഷർ എന്ന് പറയുന്നത് ഈസ് റെഡ്യൂസ്ഡ് ടു 100 mmHg, ദാറ്റ് ഈസ് 660 mm ബിലോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അടുത്തത് ദ ഔട്ട്ലെറ്റ് ടാപ്പ് ഈസ് ദെൻ ക്ലോസ്ഡ് ആൻഡ് ദ ഇൻലെറ്റ് ട്യൂബ് കണക്റ്റഡ് ടു എ ഹൈഡ്രജൻ സപ്ലൈ. അപ്പോൾ നമ്മൾ ഔട്ട്ലെറ്റ് വാൽവ് തുറന്നിട്ട് വാക്യൂം പമ്പുമായിട്ട് കണക്ട് ചെയ്ത് കംപ്ലീറ്റ് ഇവാക്യുവേറ്റ് ചെയ്തു. അതിനുശേഷം ഔട്ട്ലെറ്റ് ടാപ്പിനെ നമ്മൾ ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് ഇൻലെറ്റ് ട്യൂബിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്തു, ഹൈഡ്രജൻ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹൈഡ്രജൻ ഇതിൻ്റെ ജാറിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കും. ആസ് സൂൺ ആസ് ദിസ് ഇൻറഷ് ഓഫ് ഗ്യാസ് ഈസ് സീസ്ഡ് ദ ഇൻലെറ്റ് ടാപ്പ് ഈസ് ഓൾസോ ക്ലോസ്ഡ് ആൻഡ് ദ ജാർ ഈസ് ഹെൽഡ് ഓൺ ദി ബെഞ്ച് ഫോർ 10 minutes. എന്നിട്ട് നമ്മൾ അതിനെ പെട്ടെന്ന് തന്നെ ടാപ്പ് ക്ലോസ് ചെയ്തിട്ട് ജാറ് ഒരു 10 minutes വെച്ചിരിക്കും. If the catalyst is normally active, a decrease in pressure of at least 20 mmHg occurs within the 10 minutes period after the admission of hydrogen. This can be detected on the gauge when the valve is opened. Then catalyst are using. After the jar is filled with the hydrogen, the electrical terminals are connected to a current supply to heat the catalyst, and if room temperature catalyst is used, heating is not required. എന്നിട്ട് നമ്മൾ ഇതിനെ ഇലക്ട്രിക്കലി കണക്ട് ചെയ്യും. അപ്പോൾ അവിടെ റിയാക്ഷൻ നടക്കും. കാറ്റലിസ്റ്റ് വിൽ കണ്ടിന്യൂ അണ്ടിൽ ഓൾ ദ ഓക്സിജൻ ഇൻ ദ ജാർ ഹാസ് ബീൻ യൂസ്ഡ് അപ്പ്. കറ്റാലിസിസ് അത്രയും അതിനകത്തുള്ള കംപ്ലീറ്റ് ഓക്സിജൻ കൺസ്യൂം ചെയ്ത് തീരുന്നത് വരെയും ഈ ഒരു കാറ്റാലിസിസ് നടന്നുകൊണ്ടേയിരിക്കും. ദ കാറ്റലിസ്റ്റ് വിൽ ഹെൽപ്പ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് റെസിഡ്യൂവൽ ഓക്സിജൻ ടു ഫോം വാട്ടർ. അപ്പോൾ ഇവിടെയും ഹൈഡ്രജനെ നമ്മൾ കൊടുക്കുന്നത് അകത്തുള്ള ഓക്സിജൻ എന്തെങ്കിലും അംശങ്ങളുണ്ടെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നിട്ട് വാട്ടറായിട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ദ ജാർ ഈസ് ദെൻ ഇൻക്യുബേറ്റഡ് അറ്റ് 37 degrees Celsius. ഓക്കെ, ഇതിനെ നമ്മൾ 37 degrees Celsius വയ്ക്കും. പിന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്. ഓക്കെ, കാറ്റലിസ്റ്റിൻ്റെ പേര് പഠിക്കുക. പലേഡിനൈസ്ഡ് അലൂമിന എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഇവിടെ പറയുന്നത് ദ ലിഡ് ഓൾസോ ഹാസ് 2 terminals which can be connected to an electrical supply. On its under surface it carries a gauze sachets carrying alumina pellets coated with palladium. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ പലേഡിനൈസ്ഡ് അലൂമിന ഇതാണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ പാസ്ചറൈസേഷനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തതുപോലെ സ്റ്റെറിലൈസേഷനൊക്കെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തില്ല. അതുപോലെ ഇവിടെയും എഫക്റ്റീവ് ആണോ അല്ലെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിനെ യൂസ് ചെയ്യാം. അപ്പോൾ റെഡ്യൂസ്ഡ് മെഥിലിൻ ബ്ലൂ ആണ് ഇതിൽ വരുന്നത്. മെഥിലിൻ ബ്ലൂ അതിൻ്റെ കളറ് എന്താവും, കളർലെസ്. It becomes colorless anaerobically but regains blue color on exposure to oxygen. അതായത് അനേറോബിക് കണ്ടീഷനിൽ കളർലെസ് ആയിട്ടും പിന്നെ ഓക്സിജൻ്റെ പ്രസൻസിൽ എയറോബിക് കണ്ടീഷനിൽ
ഇവർ ബ്ലൂ കളറിലും കാണും. ഓക്കെ. പിന്നെ വരുന്നത് കെമിക്കൽ ഇൻഡിക്കേറ്ററിന് പുറമേ നമുക്കിവിടെ ക്ലോസ്ട്രിഡിയം ടെറ്റിനി അല്ലെങ്കിൽ ബാക്ടീരിയോയിഡ്സ് ഫ്രജൈലിസ് ഇവരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്യൂഡോമോണാസ് എയറോജിനോസ് ഇവരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ദിസ് മെത്തേഡ് ഈസ് ക്വൈറ്റ് റിലയബിൾ ഇഫ് ദി ഇൻഡിക്കേറ്റർ അനേറോബ് ഗ്രോസ് ആൻഡ് എയറോബ്സ് ഡസ് നോട്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നത് ഇവർ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രിക്റ്റ് ആയിട്ടുള്ള അനേറോബും സ്ട്രിക്റ്റ് ആയിട്ടുള്ള എയറോബുമാണ് ഇവർ. അപ്പോൾ ഇവരുടെ കൾച്ചർ നമ്മൾ പിന്നീട് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ഗ്രോ ചെയ്യുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. പിന്നെ ഡിസഡ്വാൻറ്റേജസ് നോക്കുക. അടുത്ത് പറയുന്നത് നമുക്ക് റെഡ്യൂസിങ് ഏജൻസിനെ ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓക്സിജനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ റെഡ്യൂസിങ് ഏജൻസ് അവരുടെ ഫങ്ഷൻ റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന റെഡ്യൂസിങ് റിയേജൻസ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, അതിൻ്റെ പെർസെൻറ്റേജും പറഞ്ഞിട്ടുണ്ട്. 0.5 to 1% ഗ്ലൂക്കോസ്, പിന്നെ 0.1% അസ്കോർബിക് ആസിഡ്, 0.1% സിസ്റ്റീൻ, ദെൻ സോഡിയം മെർകാപ്റ്റോ അസറ്റേറ്റ് ഓർ തയോഗ്ലൈക്കലേറ്റ് 0.1%. അല്ലെങ്കിൽ നമ്മൾ മീറ്റിൻ്റെ പാർട്ടിക്കിൾസ്, കുക്ക്ഡ് മീറ്റ് ബ്രോത്തിലെ മീറ്റിൻ്റെ പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഡ്യൂസിങ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മളൊരു ബാക്ടീരിയനെ കൾച്ചർ ചെയ്യുമ്പോൾ. പിന്നെ അത്തരത്തിലുള്ള 2 മീഡിയ പറഞ്ഞിട്ടുണ്ട്, തയോഗ്ലൈക്കുലേറ്റ് ബ്രോത്തും കുക്ക്ഡ് മീറ്റ് ബ്രോത്തും. ഇതൊക്കെ നമ്മൾ അനേറോബിക് കൾച്ചർ മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്ന എന്താണ് എക്സ്ക്ലൂസീവ്ലി അവർക്ക് വേണ്ടിയിട്ട് അനേറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിനെ വളർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന മീഡിയകളാണ് കുക്ക്ഡ് മീറ്റ് ബ്രോത്തും തയോഗ്ലൈക്കുലേറ്റ് ബ്രോത്തും. പിന്നെ ഇതിലിനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അനേറോബിക്, ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാലിനി മറ്റ് അനേറോബിക് കൾച്ചർ സിസ്റ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹങ്കേറ്റ് പ്രൊസീജിയർ പറയുന്നുണ്ട്. അതിൽ ഹങ്കേറ്റ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് എന്ത് ചെയ്തത്. വൺ ഓഫ് ദീസ് മെത്തേഡ്സ് വാസ് പൈനിയർഡ് ഇൻ 1950s ബൈ ഹങ്കേറ്റ്. ദ മാനിപ്പുലേഷൻ ഓഫ് ഓൾ ദീസ് പ്രൊസീജിയേഴ്സ് അണ്ടർ ഓക്സിജൻ ഫ്രീ ഗ്യാസ്. ഇവിടെ ചെയ്യുന്നത് റോൾ ട്യൂബ്സിൽ നമ്മൾ കോളനീസിന് ഗ്രോ ചെയ്തെടുക്കും. അതിനകത്ത് നമ്മൾ ഒരു തിൻ ലെയർ ഓഫ് അഗാർ മാത്രമേ കോട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിലായിരിക്കും നമ്മൾ കോളനീസിന് ബാക്ടീരിയൽ കൾച്ചറിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ നമുക്ക് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ട് അനേറോബിക് ക്യാബിനറ്റ്സ് കൊമേഴ്ഷ്യലി കിട്ടുന്നുണ്ട്. അതിൽ ഓൾറെഡി 5 to 10% കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉള്ളത്. പിന്നെ വരുന്നത് അനേറോബിക് ബാഗ്സ് ആൻഡ് പൗച്ചസ്. അനേറോബിക് കണ്ടീഷനിലുള്ള ബാഗും പൗച്ചസും ഒക്കെ എന്തുണ്ടാവും, അതും കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയപ്പോൾ നമ്മുടെ കൾച്ചർ മെത്തേഡ്സ് കഴിഞ്ഞിട്ടുണ്ട്.